VSൻ്റെ ഖബറിൽ കുട്ടി ഈ ബാലൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തനായ ബാലൻ ഇങ്ങനെ കൊട പിടിച്ച് നിൽക്കുകയാണ്. എനി ഡെമോക്രസി വിൽ മിസ് ദിസ് ഒപ്പോസിഷൻ ലീഡർ എന്നുള്ളതാണ്. ഈ കിട്ടമാഷ് എത്രയോ വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ചെറിയ സ്ഥലം എന്ന് പറയുന്നത് സാമൂഹിക ആവശ്യങ്ങളുടെയും അടിയന്തരത്വത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകൻ്റെ രൂപമാണ് അതിനുള്ളത്. ഈ കേന്ദ്രീകൃതമായ ഇന്ത്യൻ യൂണിയൻ എന്നുള്ള സങ്കല്പത്തെ അട്ടിമറിക്കുന്ന ഭരണകൂടങ്ങളെയും അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെയും ചെറുക്കാനായിട്ട് അത്ര ഒരു കൂട്ടായ്മ ഉണ്ടായി വരേണ്ട കാലഘട്ടമാണ്. ഞാൻ ആദ്യം ഉണ്ണിയെ അഭിവാദ്യം ചെയ്യുന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരനും എല്ലാ കാലത്തും നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നേരിട്ടുള്ള കാഴ്ചയിലും വരകളിലൂടെയും എഴുത്തിലൂടെയും നമ്മളൊന്ന് ഡൗൺ ആവുന്ന കാലത്ത് നമുക്ക് ഈ ജലം തരും പോലെ നമ്മൾ പ്രചോദിപ്പിക്കുന്ന വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. അത് കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് ഉണ്ണി. ഞങ്ങൾ സ്ഥിരമായി കാണുകയോ വിളിക്കുകയോ ചെയ്യാറില്ലെങ്കിലും ഇന്നലെ കണ്ടതുപോലെയാണ് ഓരോ കാഴ്ചയിലും ഉണ്ണി പ്രത്യക്ഷപ്പെടാറ്. എനിക്ക് കാർട്ടൂണിസ്റ്റ് എന്നുള്ളത് പോലെയോ അതിലേറെയോ ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നത്, ഈ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉണ്ണി പെട്ടെന്ന് വരയ്ക്കുന്ന കാരിക്കേച്ചറുകളുണ്ട്. ഒരിക്കലും കലാമണ്ഡലത്തിൽ ഗോപാലകൃഷ്ണൻ കലാമണ്ഡലം ഗോപിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി കലാമണ്ഡലത്തിൽ വെച്ചാണ് ഇൻ്റർവ്യൂ എന്നാണ് അല്ലേ, അവിടെ വെച്ചാണ് പറഞ്ഞത്. അന്ന് എത്തിയ ദിവസമാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഉണ്ണിയും വരുന്നുണ്ട് വരയ്ക്കാനായിട്ട്. അപ്പം എനിക്ക് ആ ഇൻ്റർവ്യൂവിനേക്കാളും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് അവരെ ശല്യം ചെയ്യാതെ ഒരു പുറത്ത് മാറിയിരുന്നിട്ട് തുടർച്ചയായിട്ട് ഗോപിയാശാനെ വരച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ വേഷത്തിലും അല്ലാതെയും മലയാളി ഒരു ആൺമയുടെ ഒരു വിചിത്രമായ ഭംഗിയുള്ളൊരു രക്ഷയാണ്. അതിനിങ്ങനെ വളരെ രുചികരമായിട്ട് ഫോളോ ചെയ്യുന്ന പേന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മനുഷ്യന് കാർട്ടൂൺ വരയ്ക്കാനുള്ള ഊർജ്ജം മുഴുവനും കാരിക്കേച്ചറിൽ നിന്നായിരിക്കും ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ കാർട്ടൂണിസ്റ്റുകൾ പലരുടെയും ഊർജ്ജം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ രൂപപരവും ആന്തരികമായ കാരിക്കേച്ചറുകൾ തന്നെ ആയിരിക്കാം. ഇപ്പം ഗോപി സംസാരിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, അബുവിൻ്റെ വരകൾക്ക് നേർത്ത വരകളുടെ ഒരു ഒഴുക്കാണ്, മിനിമലായ ഒഴുക്കാണ് അബുവിൻ്റെ വര. ഇങ്ങനെ വരച്ച ആനയാവും. വിജയന് രൂപം പ്രധാനമേ ആയിരുന്നില്ല. ഇവരുടെ കാലത്ത് വിജയനൊഴികെ ബാക്കിയുള്ളവർക്കെല്ലാം നെഹ്റുവിയൻ കാലത്തിൻ്റെ ഒരു വല്ലാത്ത ശാന്തതയും തെളിച്ചവും വെളിച്ചവും ഒക്കെ ഉണ്ട്. വിജയൻ മാത്രം ഒരു ഇരുട്ട് ആവശ്യത്തിൽ കൂടുതൽ. വിജയനിൽ പൊതുവേ ഉള്ളൊരു ഇരുട്ടായിരിക്കും. വിജയൻ പൊതുവേ പോസിറ്റീവ് നെഹ്റുവിയൻ അല്ല വിജയൻ. എനിക്ക് തോന്നുന്നത് ഉണ്ണിയുടെ ഒരു ഊർജം, ഉണ്ണി മഷി മുക്കുന്നത് ആ ഇരുട്ടിൽ നിന്ന്. ഉണ്ണിയുടെ പേനയ്ക്ക് ഭയങ്കര ഇരുട്ടാണ്, കറുത്ത ഇരുട്ടിൽ നിന്ന് മുക്കിയ പോലെയാണ് വരയ്ക്കുന്നത്. എന്നാൽ അത് വെളിച്ചമുള്ള കാര്യങ്ങളാണ് പലതും. അപ്പം ഉണ്ണിയുടെ വരകളുടെ തടിപ്പ് മുഴുവനും ആ ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ ഇരുട്ടിൽ നിന്നും, വിജയൻ ഭയന്ന ഇരുട്ടിൽ നിന്നും ഒക്കെ മുക്കിയെടുത്ത ഒരു മഷിയുടെ ഇരുട്ടാണ്. അവിടെയാണ് ഉണ്ണി നെഹ്റുവിയൻ കാലത്തിന് വ്യത്യാസപ്പെടുന്നത്. ഒരുപക്ഷെ അടുത്തൊരു ജനറേഷൻ വരുമ്പോൾ ഇതൊരു ക്രിട്ടിക്കലായ വ്യത്യാസമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് VS അച്യുതാനന്ദൻ മരിച്ച അതിൻ്റെ പിറ്റേ ദിവസം അനേകം വിഷ്വലുകൾ നമ്മുടെ തലേന്ന് നിറഞ്ഞിരിക്കുമല്ലോ. പക്ഷേ ഒരു വിഷ്വൽ മാത്രം എൻ്റെ തലേന്ന് പോയിട്ടില്ല. ഉണ്ണി വരച്ചതാണ്. ഉണ്ണി VSനെ വരച്ചില്ല. ഉണ്ണി ചെയ്തത്, ഉണ്ണി ഒരു മഴ വരച്ചു. റഫീഖിൻ്റെ കവിതയിൽ പറയുന്ന പോലെ ഒരു തോരാ മഴ വരച്ചു. റഫീഖിൻ്റെ കവിത പ്രശസ്തമായ കവിതയാണ്. ഒരു കുഞ്ഞിൻ്റെ ഉമ്മക്കുൽസുവിൻ്റെ ശവമാടത്തിൽ കൊട വെച്ച് നിൽക്കുന്ന ഒരു വിഷ്വലാണ് അതിൻ്റെ അകത്തുള്ളത്. ആ വിഷ്വലിന് വലിയ പ്രധാനം മഴ കൊള്ളാതിരിക്കുകയാണ് ഉമ്മക്കുൽസുന്. അതുപോലെയാണ് VSൻ്റെ ഖബറിൽ, ഖബർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക തെറ്റൊന്നുമില്ല. രക്തസാക്ഷി കുടീരം എന്നുള്ള വാക്കിനേക്കാൾ കുറച്ചുകൂടെ നല്ല വാക്കാണെന്ന് തോന്നുന്നു ഖബർ എന്നുള്ളത്. VSൻ്റെ ഖബറിൽ കുട്ടി ഈ ബാലൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തനായ ബാലൻ ഇങ്ങനെ കൊട പിടിച്ച് നിൽക്കുകയാണ്. എനി ഡെമോക്രസി വിൽ മിസ് ദിസ് ഒപ്പോസിഷൻ ലീഡർ എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുമുള്ള, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള, ലോകത്ത് മുഴുവനുമുള്ള വലത്തോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അവസരവാദങ്ങളോടുള്ള വിമർശനം മുഴുവനും അതിൻ്റെ അകത്തുണ്ട് വാസ്തവത്തിൽ. എന്നാൽ അത്തരം വിമർശനങ്ങളൊന്നും ലൗഡല്ല. അത് ഒരു വലിയ ആദരം മാത്രമാണ്. ഒരു പ്രധാനപ്പെട്ട
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആദർശകാലത്തിൻ്റെ അവസാനത്തെ ശേഷിപ്പ് എന്നൊക്കെ പറയാവുന്ന, ഞാനൊരു വി എസ് അച്യുതാനന്ദൻ ആരാധകനൊന്നും അല്ല കേട്ടോ, ഞാൻ ആ കാർട്ടൂണിന് വ്യാഖ്യാനിക്കുകയാണ്. അത് ആ ഒരു ആദരം അത് ഒരു പക്ഷേ വേറെ ഒരു മെറ്റഫറിനും ഒരു എഴുത്തിലൊക്കെ ഉള്ള മെറ്റഫറിന് പറ്റുന്നതിനേക്കാൾ എത്ര കൃത്യമായിട്ടാണ് അത് ആണ്. പിന്നെ ഈ ഒരു പക്ഷേ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ തമാശകളായിട്ടാണ് കാർട്ടൂണിന് കാണുന്നത്, ഭൗതികമായ ചെറിയൊരു കാര്യമായിട്ടാണ്. അങ്ങനെയല്ല, അത് ആഴത്തിലുള്ള ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുന്ന കാർട്ടൂൺ. കേരളത്തിൻ്റെ കാര്യത്തിൽ ചരിത്രപരമായ ദൗത്യം വഹിക്കുന്ന ഈ ഉണ്ണി ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഈ എന്താണ് അസന്തുലിതാവസ്ഥകളെക്കുറിച്ചും വരയ്ക്കുന്ന ആളാണ്. കൃത്യമായി കേരളത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ആ ദിവസം. ഞാനപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ എക്സിൽ കണ്ട വേറൊരു വിഷ്വൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പേജിൽ തന്നെ കണ്ടതാണ്. ഈ 2011 വി എസ് അച്യുതാനന്ദനെ വരച്ചിട്ടുണ്ട് കാരിക്കേച്ചർ. ആ കാരിക്കേച്ചറിൽ വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തുള്ള ചെറിയ ക്രിറ്റിസിസം പോലും ഉണ്ട്. തൊപ്പിയുടെ പുറകിൽ അരിവാൾ ചുറ്റികളുള്ള ഒരു പയ്യൻ മൊബൈലിൽ എന്നിട്ട് വി എസിൻ്റെ പ്രസംഗം ഇങ്ങനെ പിന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു വിഷയം. പ്രത്യക്ഷത്തിലുള്ള വിമർശനമൊന്നുമില്ലെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉത്സവപ്പറമ്പുകളുടെ ഒരു കാരിക്കേച്ചറാണത്. അപ്പോൾ അങ്ങനെ വളരെ സൂക്ഷ്മതയുള്ള സമകാലികതയാണ് വലിയ കാർട്ടൂണിസ്റ്റാക്കി ഉണ്ണിയെ മാറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ വലിപ്പമുള്ള ഒരു മനുഷ്യന് ഒരു ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങിൽ ഒരു പ്രാസംഗികനായി നിൽക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു നന്ദിയും സന്തോഷവും എനിക്കുണ്ട്. അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവരും കിട്ടം മാഷിൻ്റെ സ്ഥാപനത്തിൻ്റെ വികേന്ദ്രീകൃതമായ ആ സ്പേസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടെ പറഞ്ഞു. എൻ്റെ ഒരു അനുഭവം പറയാം. 2018 പ്രളയം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സിനിമാക്കാരുമൊക്കെ ഉണ്ടായിരുന്നു എറണാകുളത്തുള്ള പല സ്ഥലങ്ങളിലായിട്ടൊന്ന് ഏറ്റവും ഡാമേജിങ് ആയ സ്ഥലങ്ങളിൽ ചില പ്രധാനപ്പെട്ട റീഹാബിലിറ്റേഷൻ പണികൾ ഏറ്റെടുത്തിരുന്നു. അന്ന് ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും വന്നും പോയും താമസിച്ചും ഒക്കെ ആയിരുന്നു. അന്ന് ഈ പിന്നെ കുഴിക്കാട്ടുശ്ശേരിക്കടുത്ത് വലിയ പ്രളയബാധിതമായ വലിയ ഡാമേജുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അത് കുഴൂരും മാളയ്ക്കപ്പുറം ഇപ്പുറമുള്ള പല സ്ഥലങ്ങൾ. ആ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ താമസിക്കുകയും ഏതാണ്ട് ഒരാഴ്ച കിട്ടമാഷെന്ന് അവിടെ ഞങ്ങൾ കയറ്റിയില്ല. ഏതാണ്ട് ഒരാഴ്ച ഇത് കയ്യേറി സാധന സാമഗ്രികളും മനുഷ്യരും വന്നവരും പോയവരും വോളണ്ടിയേഴ്സും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും വൈകിട്ട് വന്നൊന്ന് നോക്കിയിട്ട് അങ്ങ് പോകും കിട്ടമാഷ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം മറിച്ച് ഞങ്ങൾ വേറെ പല സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ പുത്തമ്പേലിക്കരയ്ക്കടുത്തുള്ള ഒരു ഐലൻഡിൽ മുഴുവനും പൊളിഞ്ഞു പോയ ഒരു അരമന, ആ അരമന ആദ്യം വൃത്തിയാക്കി. 2-3 ദിവസം എടുത്ത് അരമന വൃത്തിയാക്കിയിട്ടാണ് അവിടെ. മറിച്ച് ഇതാണ് ഇത്തരം സ്ഥാപനങ്ങൾ. ഒരു ദുരന്തം ഉണ്ടാവുമ്പോഴാണ് വാസ്തവത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കിട്ടമാഷ് എത്രയോ വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ചെറിയ സ്ഥലം എന്ന് പറയുന്നത് സാമൂഹിക ആവശ്യങ്ങളുടെയും അടിയന്തരത്വത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകൻ്റെ രൂപമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടമാഷ് അവിടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പലരും രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്താവശ്യത്തിന് വിളിച്ചാലും ചെല്ലാനാണ് ശ്രമിക്കാറുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുള്ളതാണ്. വളരെ കുറച്ച് നാട്ടിൻപുറത്തെ ആളുകൾ മാത്രമുള്ള ഒരു ചടങ്ങിൽ പോലും പോകാനും സിനിമ കാണിക്കാനായാലും സംസാരിക്കാനായാലും കവിത ചൊല്ലാനും അത്തരം ഈ അങ്ങനെയുള്ള ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യധാരകൾക്ക്, ഈ പൊതുമുഖ്യധാരകൾക്ക് അമിത പ്രാധാന്യമുള്ള, ഉത്സവങ്ങൾക്ക് അമിത പ്രാധാന്യമുള്ള ഒരു നാട്ടിലെ വികസനം എന്നുള്ള പേരിൽ വലിയ മാക്രോ ആയ സ്ഥൂലമായ തരം അസന്തുലിതമായ പരിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തരം രാഷ്ട്രീയ നേതൃത്വങ്ങളോടുമുള്ള ചോദ്യം ഇത്തരം ഈ കിട്ടമാഷിൻ്റെ ഗ്രാമിക പോലുള്ള ഒരു കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനും കൂടെയുള്ള ഒരു ആദരവായി ഈ ചടങ്ങ് മാറിയത് വളരെ ഉചിതമായിട്ടുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഈ രണ്ടിനും ഇടയ്ക്കുള്ള ഒരുപക്ഷെ ഉണ്ണിയെപ്പോലെ ഒരു പുതിയ പാൻ ഇന്ത്യൻ കണ്ണോടുകൂടി കാര്യങ്ങൾ കാണാൻ കഴിവുള്ള ഒരു കൂട്ടം ആളുകളാണ് നവമലയാളികളുള്ളത്. ഒരു പുതിയ ലോക മലയാളികളുടെ ഒരു സംഘമാണ് അത്. അവർക്ക് അതിനോടൊപ്പം തന്നെ വികേന്ദ്രീകൃതമായ ഏറ്റവും മൈക്രോ ആയിട്ട് കേരളത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നോക്കിക്കാണാനുള്ള ശ്രമവും നവമലയാളിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വിമർശനാത്മകമായ ഒരു കാര്യം കൂടെ പറയാം. നവമലയാളി വാസ്തവത്തിൽ ഒരു പുതിയ
ഒരു ഇന്ത്യൻ പ്രവാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംവാദങ്ങളിലും കൂടെ ഇടപെടണം. ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികളാണ് കൂടുതലും അതിൻ്റെ അകത്ത് തുടക്കകാലം മുതൽ ഇപ്പോഴും പ്രത്യേകിച്ചും ഗൾഫ് മലയാളികളുടെയൊക്കെ കൂട്ടായ്മ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ ധാരാളം മലയാളികളുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രവാസ സംവാദങ്ങളും കൂട്ടായ്മകളൊക്കെ സംഭവിക്കുന്നത് കൂടുതൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഗൾഫ് മേഖലകളിലും അല്ലെങ്കിൽ കുറച്ചൊക്കെ വെസ്റ്റ്, പക്ഷേ ഇന്ത്യൻ അകത്തുള്ള ബോംബെയിൽ, ഹൈദരാബാദിൽ, ചെന്നൈയിൽ, ഇന്ത്യൻ പട്ടണങ്ങൾ വലിയ മലയാളി കൂട്ടായ്മ. മാത്രമല്ല മലയാളികൾ മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മ വാസ്തവത്തിൽ ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും ഇന്ത്യൻ എന്ന് പറയുമ്പോൾ പഴയ ഇന്ത്യയല്ല, പുതിയൊരു ഇന്ത്യ, പ്രത്യേകിച്ച് ദക്ഷിണേഷ്യ എന്ന് പറയണം, ഒരു പുതിയ ദക്ഷിണേഷ്യയെ നിർവചിക്കുന്ന പ്രവർത്തനങ്ങളും കൂടെ അതിൻ്റെ സംവാദങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കാൻ ഇത്തരം സംഘടനകൾക്ക് കഴിയണം. കേരളവും തമിഴ്നാടും തെക്കേ ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതികളെയാണ് ഞാൻ ദക്ഷിണേഷ്യ എന്നിപ്പോൾ വിളിക്കുന്നത്. തെക്കേ ഇന്ത്യ എന്നല്ല, ശരിയായ ദക്ഷിണേഷ്യ. ഏതാണ്ട് പഴയ മറാഠ്വാഡ പ്രദേശങ്ങളും ഒറീസ വരെയുള്ള പ്രദേശങ്ങളും അതിൽ ഉൾപ്പെടും. വാസ്തവത്തിൽ അത്തരം ഒരു ഈ കാര്യം വടക്കേ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം ആണ് നമ്മൾ ഇന്ന് ഞെരിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ മഹാരാഷ്ട്ര മുതൽ ഒഡീസ വരെയുള്ള ആ ഇന്ത്യപർവ്വതത്തിൻ്റെ രണ്ടറ്റത്ത് കിടക്കുന്നതും തെക്കും ചേർന്നിട്ടുള്ള വലിയൊരു കോൺഫിഗറേഷൻ ഈ കേന്ദ്രീകൃതമായ ഇന്ത്യൻ യൂണിയൻ എന്നുള്ള സങ്കല്പത്തെ അട്ടിമറിക്കുന്ന ഭരണകൂടങ്ങളെയും അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെയും ചെറുക്കാനായിട്ട് അത്ര ഒരു കൂട്ടായ്മ ഉണ്ടായി വരേണ്ട കാലഘട്ടമാണ്. ആ തലത്തിൽ കൂടെ മലയാളി എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് ചുരുങ്ങാതെ വികസിക്കേണ്ട ഒരു പുതിയ സൗത്ത് ഏഷ്യൻ ബോധത്തിൻ്റെ മുഹൂർത്തങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്നുള്ളത് കൂടെ നവമലയാളിയുടെ സംഘാടകരെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ.